എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീകുട്ടി അലക്സ്. ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഭാഗമാണ് ഞാൻ ഇന്ന് എടുക്കുന്നത്. കണ്ടൽക്കാടുകൾ എന്താണ്? കണ്ടൽക്കാടുകളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ശ്രദ്ധിച്ചേ. അപ്പം കണ്ടൽക്കാടുകളുടെ സവിശേഷതയാണ് പറയാൻ പോകുന്നത്. ഉപ്പുരസമുള്ള മണ്ണിൽ വളരുന്ന പ്രത്യേകതരം സസ്യജാലങ്ങളാണ് എന്ത് എന്ന് പറയുന്നത്? കണ്ടൽക്കാടുകൾ എന്ന് പറയുന്നത്. എവിടെയാണ്? ഉപ്പുരസമുള്ള മണ്ണിൽ വളരുന്ന പ്രത്യേകതരം സസ്യജാലങ്ങളാണ് എന്ത് എന്ന് പറയുന്നത്? കണ്ടൽക്കാടുകൾ എന്ന് പറയുന്നത്. കടലും പുഴയും ചേരുന്ന ചില പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന സസ്യങ്ങളാണ് ഈ കണ്ടലുകൾ എന്ന് പറയുന്നത്. എന്താണ്? കടലും പുഴയും ചേരുന്ന ചില പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന സസ്യങ്ങളാണ് കണ്ടലുകൾ എന്ന് പറയുന്നത്. പശ്ചിമ ബംഗാളിലെ കണ്ടൽക്കാടുകളാണ് ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രം എന്ന് പറയുന്നത്. കേട്ടോ, ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണത്. പശ്ചിമ ബംഗാളിലെ കണ്ടൽക്കാടുകളാണ് എന്ത്? ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രം എന്ന് പറയാം. അതുപോലെ തന്നെ എന്താണ്? വാർഷിക വർഷപാതം 200 സെന്റിമീറ്ററിന് മുകളിലാണ്. കേട്ടോ, എന്താണ്? വാർഷിക വർഷപാതം എത്രയാണ്? 200 സെന്റിമീറ്ററിന് മുകളിലാണ്. അപ്പം പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, എന്താണ് കണ്ടൽക്കാടുകൾ? അതിന് കണ്ടൽക്കാടിന്റെ സവിശേഷത എന്താണെന്ന് പറഞ്ഞു. PSCയിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് എന്ത് എന്ന് പറയുന്നത്. പശ്ചിമ ബംഗാളിലെ കണ്ടൽക്കാടുകളാണ് എന്തിന് ആവാസ കേന്ദ്രമാകുന്നത്? ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രമാകുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ഭാഗം, വാർഷിക വർഷപാതം എത്രയാണ്? 200 സെന്റിമീറ്ററിന് മുകളിലാണ്. കേട്ടോ, വാർഷിക വർഷപാതം എത്രയാണ്? 200 സെന്റിമീറ്ററിന് മുകളിലാണ്. ശ്രദ്ധിച്ചേ. അടുത്ത് നോക്കാം, എന്താണ് കണ്ടൽ വനം എന്ന് നോക്കാം. ഗംഗ, ബ്രഹ്മപുത്ര ഡെൽറ്റകളിൽ കാണപ്പെടുന്ന വനങ്ങളാണ് എന്ത് എന്ന് പറയുന്നത്? കണ്ടൽ വനങ്ങൾ എന്ന് പറയുന്നത്. കേട്ടോ, സുന്ദർബൻ, ഗംഗ, ബ്രഹ്മപുത്ര ഡെൽറ്റകളിൽ കാണപ്പെടുന്ന വനങ്ങൾ കണ്ടൽ വനങ്ങൾ. അതുപോലെ തന്നെ നോക്കിയേ, സുന്ദർബൻസിൽ കാണപ്പെടുന്ന കണ്ടൽ വർഗ സസ്യം ആണ് എന്ത്? സുന്ദരി എന്ന് പറയുന്നത്. കേട്ടോ, എന്താണ്? സുന്ദർബൻസിൽ കാണപ്പെടുന്ന കണ്ടൽ വർഗ സസ്യം സുന്ദരി. അതുപോലെ തന്നെ മറ്റ് കണ്ടൽ വർഗങ്ങൾ ഏതൊക്കെയാണ്? അഗര ബെൻഡി ആണ്. കേട്ടോ, അഗര ബെൻഡി. സുന്ദർബൻസിൽ കാണപ്പെടുന്ന കണ്ടൽ വർഗ സസ്യം ഏതാണ്? സുന്ദരിയാണ്. മറ്റ് കണ്ടൽ വർഗങ്ങൾ ഏതൊക്കെയാണ്? അഗര, അതുപോലെ തന്നെ ബെൻഡിയാണ്. കേട്ടോ, ഇനി ശ്രദ്ധിച്ചേ. ഇന്ത്യയിൽ ആന്ധ്രാപ്രദേശ്, ഗോവ, ഗുജറാത്ത്, കർണാടക, കേരളം, മഹാരാഷ്ട്ര, ഒഡീഷ, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ എന്നിങ്ങനെ 9 സംസ്ഥാനങ്ങളിലും ഏതൊക്കെയാണെന്ന് നോക്കിയേ. ആന്ധ്രാപ്രദേശ്, ഗോവ, ഗുജറാത്ത്, കർണാടക, കേരളം, മഹാരാഷ്ട്ര, ഒഡീഷ, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ എന്നിങ്ങനെ 9 സംസ്ഥാനങ്ങളിലും, അതുപോലെ തന്നെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ദാമൻ ദിയു, പുതുച്ചേരി എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നുണ്ട്. കേട്ടോ, അപ്പൊ നമ്മള് പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞു. എന്താണ്? ഇന്ത്യയിൽ എവിടൊക്കെയാണ്? ആന്ധ്രാപ്രദേശ്, അതുപോലെ തന്നെ ഗോവ, ഗുജറാത്ത്, കർണാടക, കേരളം, മഹാരാഷ്ട്ര, പശ്ചിമ ബംഗാള്, ഒഡീഷ, തമിഴ്നാട് എന്നിങ്ങനെ 9 സംസ്ഥാനങ്ങളിലും, അതുപോലെ തന്നെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ദാമൻ ദിയു, അതുപോലെ തന്നെ പുതുച്ചേരി എന്നിങ്ങനെ 3 കേന്ദ്രഭരണ പ്രദേശത്തും എന്ത് കാണുന്നുണ്ട്? ഈ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നുണ്ട്. അപ്പൊ 9 സംസ്ഥാനങ്ങളും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും എന്ത് കാണപ്പെടുന്നുണ്ട്? കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നുണ്ട്. കേട്ടോ, നോക്കിക്കേ. അടുത്ത പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് പോകാം. നദീമുഖങ്ങളിലും സമുദ്രതീരങ്ങളിലും കരയിടിച്ചിലിനെ ചെറുക്കാൻ സഹായിക്കുന്ന സസ്യജാലങ്ങളാണ് എന്ത് എന്ന് പറയുന്നത്? കണ്ടൽക്കാടുകൾ, കണ്ടൽ വനങ്ങൾ എന്ന് പറയുന്നത്. കേട്ടോ, എന്താണ്? നദീമുഖങ്ങളിലും അതുപോലെ തന്നെ സമുദ്രതീരങ്ങളിലും കരയിടിച്ചിലിനെ ചെറുക്കാനായിട്ട് സഹായിക്കുന്ന സസ്യജാലങ്ങളാണ് എന്ത് എന്ന് പറയുന്നത്? കണ്ടൽക്കാടുകൾ എന്ന് പറയുന്നത്. കേട്ടോ, അതുപോലെ തന്നെ കണ്ടൽക്കാടുകൾ ബംഗാൾ, നമ്മൾ പറഞ്ഞു അല്ലേ,
ആവാസ കേന്ദ്രം പശ്ചിമ ബംഗാളിലെ എന്താണ് ബംഗാൾ ആവാസ കേന്ദ്രം എന്താണ് ഈ കണ്ടൽ കാടുകളാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. എന്തിന്റെ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രം എന്ന് പറയുന്നത് കണ്ടൽ കാടുകളാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പൊ ശ്രദ്ധിച്ചേ, കണ്ടൽ കാടുകൾ ബംഗാൾ കടുവ മുതല കണ്ടൽ കാടുകളിലാണ് എന്ത് ഈ ബംഗാൾ കടുവ, അതുപോലെ തന്നെ മുതല, വിവിധ ഇനം മത്സ്യങ്ങൾ തുടങ്ങിയവയുടെ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ് ബംഗാൾ കടുവ, മുതല, മത്സ്യങ്ങൾ തുടങ്ങിയവരുടെയൊക്കെ ഒരു ആവാസ കേന്ദ്രമായിട്ട് എന്തിനെ കാണുന്നു, ഈ കണ്ടൽ കാടുകളെ കാണുന്നുണ്ട് കേട്ടോ. ഇന്ന് നോക്കിയൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഇന്ത്യയിൽ ആദ്യമായി കണ്ടൽ കാടുകളെ റിസർവ് വനമായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ്? ഇന്ത്യയിൽ ആദ്യമായി കണ്ടൽ കാടുകളെ റിസർവ് വനമായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ് കേട്ടോ. ഏതാണ്? മഹാരാഷ്ട്രയാണ്. ഇന്ത്യയിൽ ആദ്യമായി കണ്ടൽ കാടുകളെ റിസർവ് വനമായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മഹാരാഷ്ട്രയാണ് കേട്ടോ. ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, ശ്രദ്ധിച്ചേ. ലോക കണ്ടൽ ദിനം എന്നാണ്? ലോക കണ്ടൽ ദിനം ജൂലൈ 26 കേട്ടോ. ലോക കണ്ടൽ ദിനം എന്നാണ്? ജൂലൈ 26. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിനായി കേന്ദ്രം പ്രഖ്യാപിച്ച പദ്ധതി എന്താണ് എന്നുള്ളതാണ്. മിസ്തി എന്നാണ് പദ്ധതിയുടെ പേര് കേട്ടോ. എന്താണ്? കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിനായിട്ട് കേന്ദ്രം പ്രഖ്യാപിച്ച പദ്ധതിയാണ് എന്ത് എന്ന് പറയുന്നത്? മിസ്തി എന്ന് പറയുന്നത് കേട്ടോ. അപ്പം രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ വീണ്ടും പറഞ്ഞു. ലോക കണ്ടൽ ദിനം എന്നാണ്? ജൂലൈ 26 കേട്ടോ. എന്താണ്? ലോക കണ്ടൽ ദിനം എന്നാണ്? ജൂലൈ 26. അതുപോലെ തന്നെ കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിനായിട്ട് കേന്ദ്രം പ്രഖ്യാപിച്ച പദ്ധതിയാണ് എന്ത് എന്ന് പറയുന്നത്? മിസ്തി എന്ന് പറയുന്നത് കേട്ടോ. എന്താണ്? മിസ്തി എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചേ, നമുക്ക് കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. ശ്രദ്ധിക്കുക. ലോകത്തെ ഏറ്റവും കൂടുതൽ കണ്ടലുകൾ ഉള്ള വൻകര ഏത് എന്നുള്ളതാണ് ചോദ്യം. ലോകത്ത് ഏറ്റവും കൂടുതൽ കണ്ടലുകൾ ഉള്ള വൻകര ഏതാണ്? അത് ഏഷ്യ ആണ് കേട്ടോ. ഏഷ്യ വൻകരയാണ് കേട്ടോ. ലോകത്തെ ഏറ്റവും കൂടുതൽ കണ്ടലുകളുള്ള വൻകര ഏഷ്യ ആണ് കേട്ടോ. പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അടുത്ത ചോദ്യം, ലോകത്തെ ഏറ്റവും കുറച്ച് കണ്ടലുകൾ ഉള്ള വൻകരയാണ് എന്ത്? ആഫ്രിക്ക. ലോകത്തെ ഏറ്റവും കൂടുതൽ കണ്ടലുകളുള്ള വൻകര ഏഷ്യ. ലോകത്തെ ഏറ്റവും കുറവ് കണ്ടലുകളുള്ള വൻകര ആഫ്രിക്ക. അതുപോലെ തന്നെ കണ്ടൽ വൈവിധ്യത്തിൽ മുന്നിൽ നിൽക്കുന്ന വൻകരയാണ് എന്ത്? ഏഷ്യ. കണ്ടൽ വൈവിധ്യത്തിൽ മുന്നിൽ നിൽക്കുന്ന വൻകരയാണ് എന്ത് എന്ന് പറയുന്നത്? ഏഷ്യ. ഇനി അടുത്ത് നോക്കിയേ, കണ്ടൽ കാടുകളുടെ വിസ്തൃതിയിൽ ലോകത്ത് 1ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? കണ്ടൽ കാടുകളുടെ വിസ്തൃതിയിൽ ലോകത്ത് 1ാം സ്ഥാനത്തുള്ള രാജ്യമാണ് ഏത്? ഇന്തോനേഷ്യ. അപ്പം പ്രധാനപ്പെട്ട 4 ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് പഠിച്ചു. ഈ ഒരു ഭാഗത്ത് നമ്മൾ നോക്കിയല്ലേ. ലോകത്തെ ഏറ്റവും കൂടുതൽ കണ്ടലുകളുള്ള വൻകര ഏഷ്യ, ലോകത്തെ ഏറ്റവും കുറച്ച് കണ്ടലുകളുള്ള വൻകര ആഫ്രിക്ക, കണ്ടൽ വൈവിധ്യത്തിൽ മുന്നിൽ നിൽക്കുന്ന വൻകര ഏഷ്യ, അതുപോലെ തന്നെ കണ്ടൽ കാടുകളുടെ വിസ്തൃതിയിൽ ലോകത്ത് 1ാം സ്ഥാനത്തുള്ള രാജ്യം ഇന്തോനേഷ്യ. അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് നോക്കിയത്? കണ്ടൽ കാടുകളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. നമ്മൾ PSC പരീക്ഷകളിലൊക്കെ ധാരാളമായിട്ട് ചോദിച്ചു വരുന്ന ചോദ്യങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചു പോയത് അല്ലേ. അതായത് കുറെ കണ്ടൽ ദിനം എന്താണ്, അതിന് കണ്ടൽ കാടുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്രം പ്രഖ്യാപിച്ച പദ്ധതി എന്താണ്, എവിടെയൊക്കെയാണ് കണ്ടൽ കാടുകൾ, 9 സംസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും എന്ത് കാണുന്നു? കണ്ടൽ കാടുകൾ കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള വൻകര ഏതാണ്, ഏറ്റവും കുറവ് കണ്ടൽ കാടുകളുള്ള വൻകര ഏതാണ്, തുടങ്ങി നിരവധി ചോദ്യങ്ങളും അതിന്റെ ഉത്തരവും നമ്മൾ പറഞ്ഞു പോയില്ലേ. അപ്പൊ എന്താണ്, ഇതുപോലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇനിയും കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ടെലഗ്രാം പേജ് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക. ആപ്പിലെ ചലഞ്ചർ ആപ്പിന്റെ കോഴ്സുകൾ കൃത്യമായിട്ട് പർച്ചേസ് ചെയ്യുക. അപ്പം ഇതുപോലുള്ള ക്ലാസ്സുകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.